ഇന്ന് രാവിലെ ഒരു കോമഡി ഷോ കണ്ടുകൊണ്ടാണ് എൻ്റെ സുപ്രഭാതം ആരംഭിച്ചത്. ഇന്ന് രാവിലെ ഒരു കോമഡി ഷോ കണ്ടുകൊണ്ടാണ് എൻ്റെ സുപ്രഭാതം ആരംഭിച്ചത്. കോമഡി ഷോ എന്ന് ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല, അൻസുബ അടക്കമുള്ളവർ പത്രസമ്മേളനം നടത്തിയുള്ളൂ. അതാണ് കോമഡി ഷോ. സംഘടിക്കണം, പ്രതികരിക്കണം എന്നൊക്കെ ആഹ്വാനിച്ചിരിക്കുകയാണ്. എന്തായി നടക്കുന്നത്? ഈ കല്ല് വെച്ച നുണ പറയരുത്. കല്ല് വെച്ച എവിടെയാണ് ജനങ്ങളോട് സംഘടിക്കണം? ട്രെയിലറും ടീസറും പ്രീമിയറും അടക്കം ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് പോലീസുകാർ പറയുന്നത് ഇത് പ്രിലിമിനറി എൻക്വയറി നടത്തണം. വീഡിയോ ചെയ്യണത് ഇന്ന് രാവിലെ ഞാനൊരു പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രസ് മീറ്റിൽ ഞാനൊരു കാര്യം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ശ്രീ ടിനി ടോമും. നമസ്കാരം. AMMA അൻസിബ ഹസനുമായി ചുറ്റിപ്പറ്റിക്കൊണ്ട് കുറെ വാർത്തകൾ പറയുന്നുണ്ട്. വാളെടുത്ത് വെട്ടിക്കൊണ്ട് അൻസിബയെ പരിഹസിച്ചുകൊണ്ട് നമ്മുടെ യമുന റാണി വന്നിട്ടുണ്ട്. എങ്ങനെയാ പെട്ടെന്നൊരു മലക്കം മുറച്ചിൽ യമുന റാണിക്ക് സംഭവിച്ചതെന്ന് എനിക്കൊരു പിടുത്തവുമില്ല. അതുമല്ല, ഈ ശ്വേതാ മേനോന്റെ കേസ് പറയുകയാണെങ്കിൽ ഈ ശ്വേതാ മേനോൻ എന്താണ് കാണിക്കുന്നത് എനിക്കൊരു പിടുത്തം. ഒരു നാണമോ മാനമോ ഉളുപ്പും ഇല്ലാതെ ഈ പറയുന്ന പത്രക്കാരുടെ മുമ്പിൽ അല്ല അവിടെ വെച്ച് അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ ദാ ഇറങ്ങിപ്പോകുന്നു, ഞാൻ രാജിവെക്കുന്നു, ഞാനും എൻ്റെ സംഘവും രാജിവെക്കുന്നു, എനിക്കിനി ഒരു അമ്മയുടെ ഒരു അംഗത്വ സ്ഥാനവും കൂടി വേണ്ട എന്ന് വെല്ലുവിളിച്ചു പോയ, നിങ്ങളത് കണ്ടില്ലേ? വെല്ലുവിളിച്ചു പോയ സേതാമനൻ ഒരു ഉടുപ്പും നാണോ ലഭ്യമെന്ന് പറഞ്ഞു ഞാനത് വിട്ടുകൊടുക്കില്ല, എൻ്റെ അമ്മ പലരും ചേർന്നുകൊണ്ട് ഹൈജാക്ക് ചെയ്തു എന്ന് പറയാൻ എത്ര അതായത് എത്ര ഉൾപ്പെട്ടെന്ന് നോക്കുന്നു. അതായത് ഇതിനകത്ത് നടക്കുന്നത് വൻ കൊള്ളയാണ്. മറ്റുള്ളവരെ അഡോഫ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു വരുന്ന പിഷാരടി ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ താൻ ഉൾപ്പെടെയുള്ളവർ ചെയ്തു വെച്ച കള്ളത്തരങ്ങൾ, കോടികളുടെ പിന്നെ തട്ടിപ്പുകൾ പുറത്താകും. അതിന് പറ്റത്തില്ല, ഞാൻ തന്നെ വേണം. ഇവര് സത്യം പറഞ്ഞാൽ ഓഫീസ് പോലും തുറന്നിട്ടില്ല, താക്കോലും കൊണ്ടാ പോയത്. ഈ വന്ന പിഷാരടി ഉൾപ്പെടെയുള്ളവർക്ക് കണക്കുകളോ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റുന്നില്ല. ഇതിവിടെ വന്ന് അത് മറ്റുള്ളവരെ കണ്ടുപിടിക്കരുത്. ഇപ്പൊ അദാനി ഗ്രൂപ്പിൽ നിന്ന് 15 കോടി രൂപയാണ് വാങ്ങാൻ വേണ്ടി ഇരുന്നത്. മനസ്സിലായി? ഇവിടെ ദല്ലാൽ നന്ദകുമാറിന്റെ 75 ലക്ഷം രൂപ. അൻസു പറയുന്നത് ആദ്യം 1 കോടി എടുത്ത് പിന്നെ 70. ഇതൊരു മൊത്തം അഴിമതിയാണ്. ഇതിനകത്ത് ബാബുരാജ് അന്ന് ഇവർക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണമുണ്ട്. നിങ്ങൾ BJPക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നു, BJP കാൻഡിഡേറ്റ്സിനെ നിങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളത് സത്യമായി വരികയാണ് എന്നുള്ളതാണ്. ഈ പറയുന്ന അദാനി ഗ്രൂപ്പ് 15 കോടി പിന്നീട് കൊടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ മറ്റൊരു BJP നേതാവ് ഒരു ചാനൽ വന്നിരുന്ന് പറയുന്നു. ഇവർ പറയുന്നതിന് മുമ്പേക്ക് വൻ ദുരൂഹതയാണ് എന്നുള്ളത്. മറ്റൊരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇപ്പം വരുന്നത്, പിന്നെ നമ്മുടെ ഹൈദരാലി ഉണ്ട്, ഈ അമ്മയുടെ ന്യൂസൊക്കെ വിടുന്ന ഹൈദരാലി. പുള്ളി പറയുന്നത് ഈ അമ്മ സംഘടന ഇതോടുകൂടി തുലയാൻ പോകുകയാണ്, അമ്മ സംഘടനയ്ക്ക് ബദലായിട്ട് മറ്റൊരു സംഘടന വരാൻ പോകുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുള്ളി പറയുന്നുണ്ട്. പുള്ളി കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കും പറയുന്നത്. ഓക്കെ, അതായത് പലവരും കൂടി ചേർന്നുകൊണ്ട് മറ്റൊരു ഗ്രൂപ്പ്, അമ്മ സംഘടന പോലെ മറ്റൊരു ഗ്രൂപ്പ്. കാരണം ഇവർ വിടുന്നില്ലല്ലോ, കോടതി ഇപ്പൊ സ്റ്റേ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. ആര്? ഈ പറയുന്ന ശ്വേതാമനെ. ഒരു നാണോ ഉളുപ്പില്ലെന്ന് ഞാൻ പറഞ്ഞു. ഒരു നാണമോ ഉളുപ്പില്ലാതെ സ്റ്റേ വാങ്ങിച്ചു ചെയ്തിട്ട് പാവം ആ പിഷാരടി ഇവരൊക്കെ ഇടയിലുള്ള ആ ഒരു തർക്കം തീർക്കാൻ വേണ്ടിയിട്ട് വളരെ സൗമ്യമായിട്ട് ഇവരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് പിന്നീട് റെഡിയാക്കണം എന്നുള്ള രീതിയിൽ സൗഹൃദപരമായിട്ട് വിളിച്ച ആ ഒരു ഫോൺ കോള് അതിനെ റെക്കോർഡ് ചെയ്ത് പുറത്ത് വിടുക എന്നുണ്ടെങ്കിൽ ഹൗ ക്രൂക്കഡ് ഷീ ഈസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രയ്ക്ക് ചതി ഇരിപ്പുണ്ട് എന്നുള്ളതാണ്. സ്വന്തം ആത്മാർത്ഥ സുഹൃത്തായ പിഷാരടി താങ്കളുടെ വിഷയങ്ങളൊന്നും ആരും വലിച്ചു കീറി നാറ്റിക്കണ്ട എന്ന് പറഞ്ഞ ആ ഒരു 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ ഒരു വോയിസ് പുറത്തു വിടണമെങ്കിൽ ഈ പിന്നെ ശ്വേതാ മേനോൻ ആരാണെന്ന് നമുക്ക് അപ്പം അതിൽ തന്നെ വിലയിരുത്താവുന്നതാണ്. വിശ്വസിക്കാൻ പറ്റാത്ത കക്ഷിയാണ്. അതും അല്ലാന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടും വലുത്, മനസ്സിലായോ? ഈ ഒരു വിശ്വാസവഞ്ചനയിലുള്ള കുഴപ്പമില്ല. 2 ദിവസം പിഷാരടി എടുത്ത് കഴിഞ്ഞാൽ അപ്പോട്ട് സോറി എന്നൊക്കെ പറഞ്ഞാൽ പിഷാരടി അങ്ങ് വീഴും. പക്ഷെ ഇതിനെക്കാട്ടി വലുത് അതിനകത്ത് ഭൂതത്തെ അടച്ചു വെച്ചിരിക്കുകയാണ്. അത് തുറന്ന് ഇവര് പരിശോധിച്ചു കഴിഞ്ഞാൽ നാണക്കേട് ജീവിതകാലത്തിൽ ഇനി ഉണ്ടാകാൻ പറ്റാത്ത അപ്പുറത്തേക്കുള്ള നാണക്കേട് വരുമെന്ന് ആർക്കറിയാം? ഈ പറയുന്ന പിന്നെ ശ്വേതാ മേനോൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് വളരെ ലോജിക്ക്. അതിനകത്ത് പിഷാരടി പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇവിടെ വന്ന് ബലമായി പിടിച്ചു പറിച്ച് വീണ്ടും വന്ന് നിങ്ങളൊരു കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾ എന്ത് പറയുന്നത്, നിങ്ങൾ തട്ടിക്കൂട്ടിയ കണക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ കള്ളം കുറെ ഉടായ്പകൾ ചേർത്ത കണക്കാണെന്ന് ജനം പറയില്ലേ?
കറക്റ്റാണ്, അങ്ങനെ പറയത്തുള്ളൂ. നിങ്ങൾ ഈ രണ്ടു കൂടി കൈയിട്ട് ഒരു അമ്മ ഒരു സംഘടന ആലോചിക്ക്, എല്ലാ ഈ പറയുന്ന ലാലേട്ടൻ ഉൾപ്പെടെയുള്ള അവരെല്ലാരും കുറിച്ചൊന്നും ഒരു സംഘടന അവിടെയുള്ള പാവപ്പെട്ട അവശ കലാകാരന്മാർക്ക് പണവും കാര്യങ്ങളും ഇല്ലാത്ത അവശതായിട്ട് വയസ്സായവർക്കൊക്കെ കൈനീട്ടം മെഡിസിൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി പോലെ ഉണ്ടാക്കിയ ഒരു സംഘടന. അതിനകത്ത് ഇവർ കുറെ വരെ പെണ്ണുങ്ങളെന്ന് ഭരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേവറിസം ചെയ്തു കൊടുത്തു. കുറെ പെണ്ണുങ്ങൾ വന്ന് ഭരിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ തെരഞ്ഞെടുത്തു. അവരുടെ കണക്ക് കാണിച്ചപ്പോൾ ആ കണക്കിലൊക്കെ വെട്ടിപ്പും തട്ടിപ്പും ഉണ്ടെന്ന് പറഞ്ഞ് കണ്ട് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവിടെ നിന്ന് അതിനൊരു ഉത്തരം കൊടുക്കാതെ അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം പാസ്സാകണതിന് മുമ്പ് ഞാൻ പിരിഞ്ഞു പോകുന്നു, എനിക്ക് ഇനി അമ്മയുടെ ഒരു അംഗത്വം കൂടി വേണ്ട എന്ന് പറഞ്ഞ് പുറത്തു പോയവർ നേരെ കൊണ്ട് കേസ് കൊടുത്ത് സ്റ്റേ കൊടുത്തിരിക്കണേ. ഇതിപ്പോ ഈ അട്ടയെ പിടിച്ച് മെത്തയെ പിടിച്ച് ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന സ്ഥിതിയാണ്. ഇപ്പൊ എന്താ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവർ കൈയടക്കി വെച്ച് യഥാർത്ഥത്തിൽ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആരാണ്? ഈ പറയുന്ന ശ്വേതാ മേനോനാണ്. മനസ്സിലായോ? സത്യമേവ ജയതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഉളുപ്പില്ല. സത്യം പറയാനുള്ള ചെയ്ത ഒരു ഉളുപ്പ് നാളെ നിനക്കില്ല എന്ന് എനിക്ക് പറയേണ്ടതുള്ളൂ. അത്രയ്ക്ക് ഉളുപ്പില്ലാതെയാണ് ഇപ്പൊ ഒരു സാധനം ഇട്ടിരിക്കുന്നത് എന്നുള്ളത്. BJPയുടെ സംഭവം വന്നപ്പോൾ പലരും ഈ BJPയുമായി ഇതിന് ഇൻവോൾവ് ആണെന്ന് പറയുമ്പോൾ പലവരുടെയും ഈ പറയുന്ന ടോൺ മാറിയിട്ടുണ്ട്. പലരും പല പക്ഷങ്ങൾ രണ്ട് പക്ഷത്തേക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ യമുന റാണി മുമ്പൊക്കെ ഇവരുടെ സ്പീച്ച്, അതായത് അന്ന് അമ്മയുടെ അതിനകത്ത് വെച്ചിട്ട് ഈ യമുന റാണിയുടെ വോയിസ്, യമുന റാണി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തില് സംസാരിച്ച ആ ഒരു വോയിസ് കേട്ടപ്പോ നമ്മൾ കരുതി ശ്വേതക്കെതിരായിരിക്കുമെന്ന്. അല്ലടെ ശ്വേതയ്ക്ക് അനുകൂലമായിരുന്നു. ഇവരെയൊക്കെ ആക്കിക്കൊണ്ട് പല പോസ്റ്റുകളൊക്കെ ഇട്ടു. പക്ഷെ ഇന്ന് സത്യമായി ഡയറക്റ്റ് ആയിട്ട് വന്ന് ഈ പറയുന്ന അൻസിബയെ ആക്ഷേപിച്ചുകൊണ്ടാണ് അവർ ആ ഒരു റീഡ് ഇട്ടിട്ടുണ്ട്. ആ റീഡ് ഞാൻ അവിടെ വയ്ക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ ഒരു കോമഡി ഷോ കണ്ടുകൊണ്ടാണ് എൻ്റെ സുപ്രഭാതം ആരംഭിച്ചത്. ഇന്ന് രാവിലെ ഒരു കോമഡി ഷോ കണ്ടുകൊണ്ടാണ് എൻ്റെ സുപ്രഭാതം ആരംഭിച്ചത്. കോമഡി ഷോ എന്ന് ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല, അൻസിബ അടക്കമുള്ളവർ പത്രസമ്മേളനം നടത്തിയുള്ളൂ. അതാണ് കോമഡി ഷോ എന്നവർ പറയുന്നത്. മനസ്സിലായോ? ബാക്കിയേക്കാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഞാൻ പറയാം. രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ തമ്മിലുള്ള പടലപ്പിണക്കം, ഒരു ചെറിയ തീപ്പൊരി, ഒരു ഫോൺ കോളിലൂടെയോ ഒരുമിച്ചിരുന്ന് കോഫി കുടിക്കുന്നതിലൂടെയോ തീരാവുന്ന ഒരു വിഷയം. ആ ചെറിയ തീപ്പൊരിയെ ചിലരെല്ലാം കൂടി എടുത്ത് അമ്മ എന്ന മഹാസംഘടനയുടെ നടുക്കുകൊണ്ടെന്നങ്ങ് വെച്ചു. ആ ചെറിയ തീപ്പൊരിയെ വലിയ തീയാക്കി മാറ്റി. ഒരു ഭരണസമിതിയെ മുഴുവൻ താഴെ ഇറക്കാൻ സാധിച്ചു. പക്ഷെ എനിക്കിപ്പോൾ ഇതൊന്നുമല്ല കോമഡിയായിട്ട് തോന്നിയത്. ഒരു ഭരണസമിതിയെ മുഴുവൻ താഴെ ഇറക്കാൻ സാധിച്ചത് ശ്വേതാ മേനോൻ താഴെ ഇറക്കി ഗൂഢാലോചന ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. താങ്കൾ ഈ രാവിലത്തെ പത്രസമ്മേളനം തന്നെയാണ് കണ്ടോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം അവരുടെ അഴിമതിയെ പറ്റി കുറെ സംഭവം പറയുന്നുണ്ട്. അതിനെപ്പറ്റി കമാന്നൊരു അക്ഷരം അവർ ഇതിനകത്ത് പറയുന്നില്ല. അൻസിബയെയും കൂട്ടരെയും എന്ത് ചെയ്യാം, ഇവിടെ വന്ന് രണ്ടെണ്ണം പറയുക, അതാണ് അവർ ഉദ്ദേശിച്ചത്. ഇനി കോമഡി എന്താണെന്ന് മറ്റൊരു കോമഡി പറയുന്നുണ്ട്. അതിൻ്റെ ഊർജത്തിലാവണം ഇന്നിപ്പോൾ നമ്മുടെ കേരള സർക്കാരിനെയും ആഭ്യന്തരമന്ത്രിയെ, നമ്മുടെ പോലീസ് വിഭാഗത്തെ മുഴുവൻ പത്രസമ്മേളനത്തിലൂടെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്, സംഘടിക്കണം. നിങ്ങളുടെ എനിക്ക് ചെറിയ ബഹുമാനം ചെയ്ത് ഈ ജനങ്ങളോട് എവിടെയാണ് ആഹ്വാനം ചെയ്തത്? ഞാൻ അതിന്റെ ക്ലിപ്പ് ഇവിടെ വെച്ച് തരാമേ. അതായത് ഇവർ ഇനി ഒരു രാഷ്ട്രീയ തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മനസ്സിലായോ? ഒരു രാഷ്ട്രീയമായിട്ട് മാറ്റുകയാണ്. ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ എന്താണ് അൻസിബ അവിടെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഈ സംസാരം കേട്ടപ്പോൾ സത്യം പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ അത്രയ്ക്കുള്ള വടംവലികൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു അജണ്ട. അപ്പോൾ ഈ BJP ഈ അമ്മ സംഘടനയെ ഭരിക്കാൻ വേണ്ടിയിട്ട് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർ ക്യാഷ് വാങ്ങി ആ സംഘടനയെ ഒരു രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളത് വീണ്ടും വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുകയാണ് എന്നുള്ളതാണ്. ഇവിടെ അൻസിബ നടത്തിയത് കോമാളിത്തരമാണ് എന്നാണ് ഈ പറയുന്ന നമ്മുടെ യമുന റാണി പറയുന്നത്. ശ്വേതാ മേനോൻ നടത്തിയത് നല്ല ഡീസന്റ് ആയിട്ടുള്ള പരിപാടിയാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവിടെ വന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് നിങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളെയൊക്കെ പോടാ, ഞാനിത് കളഞ്ഞിട്ട് പോകുന്നത്, എനിക്കിത് വേണ്ട, നിങ്ങളുടെ 5 പൈസ എനിക്ക് വേണ്ട, എന്റെ അംഗത്വം പോലും വേണ്ട എന്ന് പറഞ്ഞു പോയ ശ്വേതാ മേനോൻ പിന്നെ കോടതി പോയി സ്റ്റേ വാങ്ങിച്ചു. മറ്റുള്ളവർ പിഷാരടി അടക്കമുള്ളവർ ഹൈജാക്ക് ബലമായിട്ട് ഓടിടക്കി വന്നിരിക്കുകയാണ്. 15 പേരല്ല, ഞാൻ ഭരിക്കും എന്നൊക്കെ പറഞ്ഞ അതൊരു കോമഡി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ യമുന റാണി? നിങ്ങൾക്ക് അത് തോന്നുന്നില്ല. കാരണം അവരുടെ പക്ഷമാണല്ലോ. തോന്നുന്നില്ല. ജനങ്ങളോട് സംഘടിക്കണം, പ്രതികരിക്കണം എന്നൊക്കെ ആഹ്വാനിച്ചിരിക്കുകയാണ്.
എന്തായി നടക്കുന്നത്? ഈ കല്ല് വെച്ച നുണ പറയരുത്. കല്ല് വെച്ച എവിടെയാണ് ജനങ്ങളോട് സംഘടിക്കണം, പ്രതികരിക്കണം എന്നൊക്കെ അവരെ അതിനകത്ത് ആഹ്വാനം ചെയ്തത് ഞാൻ കണ്ടില്ല. അപ്പൊ ഇവിടെ വളരെ ഒരു അതായത് ഈ പറയുന്ന അൻസിബ ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ സംഘടിക്കണം, പ്രതികരിക്കണം, സർക്കാരിന് വേണ്ടി പ്രതികരിക്കണം എന്ന് ആഹ്വാനം ചെയ്തുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഉളുപ്പുണ്ടോ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. ലേശ ഉളുപ്പ് ഈ പറയുന്ന പച്ചക്കള്ളം വിളിച്ചു പറയാൻ ലേശ ഉളുപ്പുണ്ടോ? ഈ കേരളത്തിൽ എന്തൊക്കെയായി നടക്കുന്നത്? ഇങ്ങനെ പോയാൽ ജനങ്ങൾ സംഘടിക്കും, അത് ഉറപ്പാ. ഈ ചക്ലാത്തി പോരാട്ടം ഇനി വേണ്ട. കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് തിയേറ്ററിൽ പോയി സിനിമ കാണണ്ട എന്ന് ജനങ്ങളങ്ങ് തീരുമാനിക്കും. അതോടെ ഇതെല്ലാം അവസാനിക്കും. തിയേറ്ററിൽ പോയി ജനങ്ങൾ കാണാത്ത ഒരു മലയാള സിനിമയുടെ കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ആരും മറക്കരുത്. അതുകൊണ്ട് ഇതെല്ലാം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ലേ നമുക്ക് എല്ലാവർക്കും നല്ലത്. ബുദ്ധിയും വിവേകവും ഉള്ളവർ അതല്ലേ ചെയ്യേണ്ടത്. സംഭവമൊക്കെ നിങ്ങൾ പറയുന്നത് ശരി തന്നെയായിരിക്കും. പക്ഷെ ഈ ഉപദേശം വരുമ്പോൾ ഒരു സൈഡിൽ ചരിഞ്ഞു നിന്നുകൊണ്ടുള്ള ഉപദേശം പാടില്ല. രണ്ടുപേരെയും നിങ്ങൾ കുറ്റപ്പെടുത്തണം. രണ്ടുപേരെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയാണ് നിങ്ങൾ ഇത് പറഞ്ഞിരുന്നു. നിങ്ങളെ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, നിങ്ങളുടെ കൂടെ നിൽക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല ചെയ്തത്. നിങ്ങളുടെ അൻസിബ സംഘത്തിനെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കുറ്റപ്പെടുത്തുക. അതിന്റെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ആരെടുത്ത് ഒന്നും മിണ്ടുന്നെങ്കിൽ കിണിച്ച് കാണിക്കുന്ന ഒരു സിമ്പിൾ മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് മനോഹരാണ്. കഷ്ടം, പത്തറ്റിക്, വെരി സാഡ്. ഇനി അടുത്ത എന്താണ് ഈ പറയുന്ന ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ ഈ അൻസിബ അന്ന് പത്രസമ്മേളനത്തിൽ ഇന്ന് രാവിലെ പറഞ്ഞത് എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിന്റെ നമ്പർ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ വിളിച്ചു. ഞാനൊരു 15-20 തവണ ഞാൻ റിങ് ചെയ്തിട്ടാണ് വിളിച്ചത്. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കണം എന്ന് അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വിളിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു FIR ഇട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രമേശ് ചെന്നിത്തല സാർ പറഞ്ഞു ഞാൻ വിളിച്ച് സംസാരിക്കാം. അദ്ദേഹത്തിന്റെ ഫോൺ കട്ട് ചെയ്ത് ഒരു 5 മിനിറ്റിന് ശേഷം എന്നെ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്. എന്നെ CI വിളിച്ചിട്ട് പറഞ്ഞു എന്റെ പേര്, വയസ്സ്, കാര്യങ്ങളെല്ലാം എഴുതിയെടുത്തു, അക്നോളജ്മെന്റ് അയച്ചിട്ടുണ്ട്, ഞാൻ പരാതി കൊടുത്തതില്ല. അപ്പൊ ഞാൻ ചോദിച്ചു FIR ഇടുന്നില്ലേ സാർ? അല്ല, അത് ഞങ്ങൾ 14 ദിവസം ഒന്ന് പ്രിലിമിനറി എൻക്വയറി നടത്തണമെന്ന്. ഒരു പെൺകുട്ടിക്കെതിരെ സ്ലട്ട് ഷേമിങ്ങിന്റെ ഏറ്റവും മാക്സിമം ആണ് ട്രെയിലറും ടീസറും പ്രീമിയറും അടക്കം ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് പോലീസുകാർ പറയുന്നത് ഇത് പ്രിലിമിനറി എൻക്വയറി നടത്തണമെന്ന്. പ്രിലിമിനറി എൻക്വയറി നടത്തണം. അതായത് ഇവർ ആദ്യം കൊണ്ട് ഇവർക്കെതിരായിട്ട് പറഞ്ഞില്ലേ, ഈ പറയുന്ന നമ്മുടെ ലക്ഷ്മിപ്രിയ വന്നൊരു ഇന്റർവ്യൂ കൊടുത്തല്ലോ. അതിനകത്ത് ആദ്യം ഒൺറിയിലായിട്ട് വന്നു, പിന്നീട് അങ്ങനെ പലതായിട്ടൊക്കെ വന്നതിന് ശേഷമാണ് അതിന്റെ ഇത് വന്നത്, അതിന്റെ മുഴുവനായിട്ടുള്ള ഭാഗം വന്നത്. അപ്പോ അവിടെ കൃത്യമായിട്ട് ഒരു പെൺകുട്ടിക്കെതിരായിട്ട് ഈ പറയുന്ന ഫ്ലഷ് നടത്തുന്നത് വളരെ കൃത്യമായിട്ടുണ്ട്. സ്ത്രീ വിരുദ്ധത അതിൽ കൃത്യമായിട്ട് വീഡിയോ ഉണ്ട്. പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുത്തിട്ട് കേസ് എടുത്തില്ല. പിന്നെ ആഭ്യന്തരമന്ത്രിയെ വിളിച്ച് അവരെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇവര് കേസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. കേസ് എടുത്തില്ല, നമ്മൾ 15 ദിവസം ഇതൊന്ന് പഠിക്കട്ടെ എന്ന്. അതിന് പഠിക്കാൻ ഇരിക്കുന്നു. കൃത്യമായിട്ട് തെളിവിരിക്കയില്ലേ? ഒരു പെൺകുട്ടിയുടെ ഈ പറയുന്ന സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള സാധനം തെളിവായിട്ട് കണ്ടിരിക്കും. ഇനി എന്താണ് നിങ്ങൾക്കിനി ഈ പറയുന്ന എൻക്വയറി നടത്താനുള്ളത്? ന്യായമല്ലേ ഇവിടെ ചോദിച്ചത്? അതായത് ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും കേസ് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ അൻസിബ ഉദ്ദേശിച്ചത്. ദൃഷ്ടിയാ തന്നെ കേസുണ്ട്. FIR ഇട്ടാൽ എന്താണ് കുഴപ്പം? FIR ഇട്ടിട്ട് കഴമ്പില്ലെങ്കിൽ അത് കളയാലോ. പക്ഷെ പ്രിലിമിനറി എൻക്വയറി മാത്രമാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും FIR ഇടാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനാണോ കേരളത്തിലുള്ളത്? അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു, കേരളത്തിലുള്ള പോലീസ് സ്റ്റേഷനുകൾ എല്ലാം ഇങ്ങനെയാണോ ഇങ്ങനെയല്ലേ എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിയണം. ഇപ്പൊ ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നുണ്ട്. എനിക്ക് ആഭ്യന്തരമന്ത്രിയോടുള്ള റിക്വസ്റ്റ് ആണ്, ഓപ്പറേഷൻ തൂഫാനോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് സാധാരണക്കാര് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് വരുന്ന സമയത്ത് ആ പരാതി എടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പരാതിക്കാർക്ക് സ്വാധീനവും പണവും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പരാതി എടുക്കില്ലേ? ആരോപണ വിധേയരായിട്ടുള്ളവരെ സഹായിക്കാനാണോ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഓപ്പറേഷൻ തൂഫാനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കണ്ടോ, ഇതാണ് അൻസിബ പറഞ്ഞത്. ഇതിലെവിടെയാണ് ഈ പറയുന്ന നമ്മുടെ സർക്കാരിനെ വെല്ലുവിളിച്ചത്? എവിടെയാണ് ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചത്? എവിടെയാണ് ഈ പറയുന്ന ജനങ്ങൾ ഒത്തൊരുമയോടെ നിൽക്കണം, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആഹ്വാനം കൊടുത്തതായിട്ട് എവിടെയാണ് കണ്ടത്? വളരെ ന്യായമായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞത്. ഈ പറയുന്ന തൂഫാനോടൊപ്പം തന്നെ, തൂഫാൻ എന്ന് പറയുന്ന സംഭവത്തോടൊപ്പം തന്നെ സർക്കാർ കൊടുക്കുന്ന കേസുകൾ പരിഗണിക്കുന്നുണ്ടോ എടുക്കുന്നുണ്ടോ എന്ന് കൂടി
ഒന്നുകൂടി ശ്രദ്ധിക്കണം. അതിനും ഈ പറയുന്ന തൂഫാന് പോലുള്ള ഒരു വാല്യൂ കൊടുക്കണം എന്ന് പറഞ്ഞതിനെയാണ് ഇവിടെ കറക്കി തിരിച്ച് സർക്കാരിനെതിരായിട്ട് പറഞ്ഞു. ജനങ്ങളെ എന്ത് ചെയ്തു? സർക്കാരിനെതിരായിട്ട് ഒരു പ്രക്ഷോഭം നടത്താൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തു എന്ന കല്ല് വെച്ച നുണ യമുന റാണിയെ പോലുള്ള ഒരു നടി വന്ന് പറയുന്നത് എന്നുള്ളത് കേൾക്കും വളരെ പുച്ഛം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇവരെന്താ ഈ പറയുന്നത്? അല്ല നിങ്ങളുടെ ഇത് ആരെങ്കിലും ഇത് സത്യം പറഞ്ഞാൽ ഇത് എന്നെ കണ്ടത് ഈ ഒരു സംഭവമാണോ കണ്ടതെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അത് വേറെ ഏതെങ്കിലും കണ്ടോ എന്ന് എനിക്കൊരു പിടുത്തവുമില്ല. എത്ര ഒരു ഉളുപ്പില്ലാതെ അങ്ങ് പച്ചക്കള്ള അങ്ങ് വലിച്ചു വിളമ്പേണ്. എന്നിട്ട് ആ കമന്റ് ബോക്സിൽ ആൾക്കാർ വന്ന് അവരുടെ അടുത്ത് മറുപടി ചോദിക്കും. ഒരു കമാന്നൊരു അക്ഷരം ഇല്ലാതെ കുറെ സ്മൈലി മാത്രം ഇട്ടിട്ട് കൊടുക്കുന്നു. സ്വന്തമായിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അല്ലെ പ്രൂഫ് വെച്ച് സംസാരിക്കണം എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ പ്രൂഫ് വെച്ചു, ഇതാണ് പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും കാരണം കേരളത്തിലെ ജനങ്ങളെ സർക്കാരിനെതിരായിട്ട് ഒരു പ്രക്ഷോഭം നടത്താൻ പറ്റില്ല. അവിടെ ആരെയും ആഹ്വാനം ചെയ്തിട്ടില്ല. അവിടെ ഈ പറയുന്ന നമ്മുടെ ആഭ്യന്തരമന്ത്രിനെയോ അല്ലെ കോൺഗ്രസ് പാർട്ടിനെയോ വെല്ലുവിളിച്ചിട്ടുമില്ല. അപ്പൊ ഇവരിതിന് മനഃപൂർവ്വം രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. അതായത് ഇപ്പോഴത്തെ പാർട്ടിയും കൂടി ഇവർക്കെതിരായിട്ട് തിരിയണം. ഇവിടെ അൻസിബ താങ്കൾക്കെതിരെയാണ്, ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കെതിരെയാണ് എന്നൊരു സാധനം കൂടി അടിച്ചുവിടണം ജനങ്ങളിലേക്ക്. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോ എന്ത് ചെയ്യും? സാധാരണ ഇപ്പൊ ഈ അൻസിബയെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസ് അനുഭാവികൾ എന്ത് ചെയ്യും? അൻസിബയ്ക്കെതിരെയാവും. കാരണം ഇവിടെ നമ്മുടെ പാർട്ടിയെ പറഞ്ഞു, ആ പാർട്ടിയെ തകർക്കാൻ വേണ്ടി നടക്കുന്നു. ഇതാണ് ബുദ്ധി. മനസ്സിലായോ? പക്ഷെ ചീറ്റിപ്പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ. അതിനുശേഷം അൻസിബ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് പിഷാരടിയുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കൂടി ഞാൻ ഇവിടെ വെക്കാമേ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അൻസിബ ഹസൻ. ഞാനൊരു കാര്യം ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് രാവിലെ ഞാനൊരു പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രസ് മീറ്റിൽ ഞാനൊരു കാര്യം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ശ്രീ ടിനി ടോമും തമ്മിൽ നടക്കുന്ന തർക്കം പരിഹരിക്കാനായിട്ട് ശ്രീ രമേശ് പിഷാരടി ഇടപെടുകയും അദ്ദേഹം ആ തർക്ക പരിഹാരത്തിനായിട്ട് ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ശ്രീ ടിനി ടോമുമായി സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ വക്കീലായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം അവരാണ് അദ്ദേഹത്തോട് പറഞ്ഞത് അൻസിബ മാപ്പെഴുതി കൊടുക്കണം. ആ വിവരം അദ്ദേഹം എന്നെ അറിയിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ശ്രീ രമേശ് പിഷാരടി എന്നോട് മാപ്പെഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനോട് ശ്രീ ടിനി ടോമിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ആവശ്യമാണ് ഉണ്ടായിരുന്നത്. ആ ആവശ്യം അദ്ദേഹം എന്നോട് പറയുകയും അത് നടക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ദയവേത് ശ്രീ രമേശ് പിഷാരടി ചേട്ടന് തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം എന്നോട് മാപ്പെഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇതൊരു ക്ലാരിഫിക്കേഷൻ ആണ്. അങ്ങനെ പല ന്യൂസുകൾ വരുന്നുണ്ട് എന്നും. സത്യം പറഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയൊരു വിശ്വാസം വഞ്ചന കാണിച്ചത് ശ്വേതാ മേനോനാണെന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കൂട്ടുകാരും ഒരു ആത്മാർത്ഥ സുഹൃത്തായാലും പെട്ടെന്ന് അത് പിഷാരടി പറയുകയും കുറിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് വേദനിച്ചു. എനിക്കിതിലൊരു കാര്യമില്ല. ഞാൻ നിങ്ങളെപ്പോലെ ഇനി ഞാനിപ്പോൾ രാജിവെക്കുന്നു. നിങ്ങളെപ്പോലെ ഇനി ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് കോടതിയിൽ പോയി അതൊരു സ്റ്റേ വാച്ച് ഇതിൽ അള്ളിക്കിടക്കാൻ വേണ്ടി പിടിച്ചു തൂങ്ങി കിടക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായിട്ട് മുഖത്തടിച്ച മറുപടി കൊടുത്തിട്ടുണ്ട് ശ്വേതയ്ക്ക്. പക്ഷെ ശ്വേത മനസ്സിലാക്കുന്നത് താങ്കൾ ഇത് ചെയ്തത് ഭയങ്കര ഒരു അനീതിയാണ്, ഭയങ്കര ഒരു ചതിയാണ്, വൻ ചതിയാണ് ചെയ്തത്. സ്വന്തം ഇത്രയും കൂടെ നിന്ന കൂട്ടുകാരെ തങ്ങളെ ഒന്നും ഒരു പ്രശ്നമില്ലാതെ ഇത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ച ഈ പിഷാരടി നേരെ വന്നിട്ട് ഈ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒന്നുമല്ല പുള്ളി വന്നത്. പുള്ളി ഒരു MLA ആണ്. പുള്ളിക്ക് സമയം മുഴുവൻ ഇവരെല്ലാം കൂടി വന്ന് റിക്വസ്റ്റ് ചെയ്തതിന്റെ ഭാഗത്തിന് ആയതുകൊണ്ടാണ്, റിക്വസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ പുള്ളി ഇതിനകത്ത് വന്ന് ഇവിടെയൊക്കെ കണക്കുകളൊക്കെ ഒന്ന് റെഡിയാക്കാം എന്നുള്ള രീതി വന്നപ്പോൾ അയാൾ കിട്ടിയതിന്റെ പണി എന്നുള്ളതാണ്. എന്നിട്ട് അയാളുടെ നമ്മൾ സൗഹൃദമായിട്ട് സംസാരിക്കുമ്പോൾ അതുപോലെ ഇതൊരു അനുരഞ്ജനമാണ് അല്ലേ. അപ്പൊ ചിലതൊക്കെ ഈ പറയുന്ന ശ്വേതാ മേനോൻ പറയുന്നത് നമുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടത്. ശരി, അങ്ങനെയാണ്, ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഉള്ളതല്ലേ എന്ന് പറയും. കാരണം ഇവരെന്ത് ചെയ്യും? ഇവരൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ട, ഇതൊന്ന് റെഡിയാക്കട്ടെ, ഒന്ന് സോൾവ് ആവാൻ വേണ്ടി വിളിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തല്ലേ ആരും ആയിക്കോട്ടെ, നമ്മളൊരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി രണ്ട് ഭാഗത്തു നിന്ന് ഞാനൊരു മധ്യസ്ഥയിൽ നിന്ന് സംസാരിക്കുകയാണ്, അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം ഇതൊരു കേസിലേക്ക് പോകരുത്, ഇത് ഇവിടെ വെച്ചിട്ട് സോൾവ് ആകണം എന്നുള്ളതുള്ളൂ. എന്ന് കരുതി അവർ പറയുന്നത് ഞാൻ സമ്മതിച്ചെന്ന് കരുതി ഞാനും അത് സമ്മതിക്കുന്നു എന്നല്ല. അപ്പൊ ഞാൻ പറഞ്ഞു അവർ ഇല്ലില്ല അങ്ങനെയൊന്നുമല്ല, ഞാൻ അവരുടെ ചെറുത്തുകൊണ്ടോ അല്ലെങ്കിൽ അവർ പറയുന്ന ഖണ്ഡിച്ചുകൊണ്ടോ അവരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല. കാരണം ഞാനിവിടെ മധ്യസ്ഥ നിൽക്കുകയാണ്, രണ്ടു ഭാഗവും കേൾക്കണം, രണ്ടൊരു ഭാഗത്തും ശരിയുണ്ടെന്ന് രണ്ടുവരെയും എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തണം. അവർക്ക് അങ്ങനെ ഒരു സമാധാനം കൊടുക്കും. നിങ്ങൾ പറഞ്ഞ ശരിയാണ്, പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷൻ അതെന്ന് വെച്ചാൽ അത് ചെയ്ത ആ സാധനത്തിന്, അതായത് ഇവളുടെ വലിയ പ്രശ്നത്തിനൊന്നും പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും ശ്വേതാ മേനോൻ പറഞ്ഞത് ഇങ്ങനെ ഓക്കെ അതൊക്കെ ഉള്ളത് തന്നെയാണ്, അത് എനിക്കറിയില്ലേ,
എന്ന് പറഞ്ഞതുവരെ എടുത്തിട്ട് വെളിയിലിറക്കി തന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചില്ലേ സേതാപന്ന. വളരെ വളരെ ചീപ്പായിട്ടുള്ള, വളരെ വൃത്തികെട്ട, നാണം കെട്ട ഒരു രീതിയാണെന്ന് പറയും കേട്ടോ. വഞ്ചന, കൊടും വഞ്ചനയാണ് നിങ്ങൾ ഈ പറയുന്ന സ്വന്തം സുഹൃത്തിനോട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഒരു സുഹൃത്തിനോടും ചെയ്യരുത് എന്നുള്ളതാണ് ഈ പിഷാരടുത്ത് എനിക്ക് പറയാനുള്ളത്. മനസ്സിൽ വെച്ചിരിക്കും, ഇതൊക്കെയാണ് ഇല്ലത് എന്നുള്ളതാണ്. മനസ്സിലായോ? താങ്കളെ കൂടെ നിന്ന് ചതിക്കുന്നില്ല, കൂടെ നിന്ന് ശത്രുക്കളെ നമുക്ക് വിശ്വസിക്കാം, കൂടെ നിന്ന് ചതിക്കുന്ന ഫ്രണ്ട്സുകൾ, സുഹൃത്തുക്കളെ ഒരിക്കലും വിശ്വസിക്കരുത്. ഇവർ ഇന്ന് ഇതാണെങ്കിൽ നാളെ നിങ്ങളെ ഇതിനപ്പുറത്തിൽ കുത്തുമെന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റ് കമന്റ് നമുക്ക് കാണാം. ജയ് ഹിന്ദ്.